ഹലോ. അപ്പം ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ഈങ്ങാപ്പുഴയ്ക്കടുത്തുള്ള കക്കാട് എക്കോ ടൂറിസത്തിലേക്കാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോയി നല്ല റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. വെള്ളത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ആ വെള്ളച്ചാട്ടവും നോക്കി അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് കുറെ പേരൊക്കെ ഇതുവഴി എങ്ങോട്ടോ കയറി പോകുന്നത് കണ്ടത്. അപ്പൊ നമ്മളും ഇതുവഴി ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്പോട്ട് നമ്മളെ വീടിന്റെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്. പിന്നെ എല്ലാവരും ഇതുവഴി കയറി പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളും പോയി. ശരിക്കും ഇതുവഴി കയറുമ്പോൾ ഞാൻ നന്നായിട്ട് പേടിച്ചാട്ടോ കയറുന്നത്. വേറൊന്നുമല്ല, എങ്ങാനും ഒരു കല്ലൊക്കെ തട്ടി താഴെ പോവുകയാണെങ്കിൽ നമ്മൾ നേരെ ആ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് കിടക്കും. അങ്ങനെ ആ വഴി കുറച്ചങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് അത്യാവശ്യം വൃത്തിയുള്ളൊരു വഴി നമ്മൾ കണ്ടത്. ആ വഴിക്ക് അങ്ങോട്ട് കയറിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അതാണ് കുഞ്ഞുവിന്റെ മുഖത്തുള്ള ഈ എക്സൈറ്റ്മെന്റ്. കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ചെന്നാലേ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ സ്പോട്ട് ഉണ്ട്. അവിടേക്ക് എത്തുന്ന വഴിയും ഫുള്ള് വെള്ളമാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളത്തിലൂടെ നടക്കാൻ. കാരണം എന്താന്ന് വെച്ചാൽ അത്യാവശ്യം ഒഴുക്കും നല്ല വഴുക്കലും ഉണ്ട്. അങ്ങനത്തെ നമ്മള് ആ പറഞ്ഞ ഒരു സ്പോട്ടിലെത്തി. ഇവിടെയും ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. എന്നെപ്പോലെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്ന് കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാലേ ചെറിയൊരു മഴ പെയ്തു. പക്ഷെ ഞങ്ങൾ കോട്ടൊക്കെ നിർത്തി തലയിലൊക്കെ വെച്ചിരിക്കുമ്പോഴേക്കും മഴ അതിന്റെ പാട്ടിന് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറെ നേരം ഇരുന്നപ്പോഴാണ് ആ കാടിന്റെ സൈഡിൽ നിന്ന് കുറെ പേരൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോഴാ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുള്ളത്. അപ്പൊ പിന്നെ കുഞ്ഞൂന് ഭയങ്കര ആഗ്രഹം കാട് കയറണമെന്ന്. എനിക്കെന്തായാലും നല്ല പേടിണ്ടായിരുന്നു. വല്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആലോചിച്ചിട്ടേ. പിന്നെ കുഞ്ഞുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തില് ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ് കേട്ടോ. കുറെ നേരം നടന്ന് ക്ഷീണിക്കുമ്പോ ഇരിക്കാനാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെയേഴ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറെ വഴികളുണ്ട്. അതിൽ ഏത് വഴി പോകണമെന്ന് നമുക്ക് നല്ല കൺഫ്യൂഷനാണ്. അതേപോലെ ഒരു കൺഫ്യൂഷനാണ് ഈ രണ്ട് വഴി. അവസാനം ഈ വഴി തന്നെ പോവാന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേറാന്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കാടൊക്കെ കയറുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴികളൊക്കെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ എൻഡ് ചെയ്യാണ്. പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല ശരിക്കും എങ്ങോട്ടേക്കാ പോകേണ്ടതെന്നുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങും, അടുത്ത വഴിയിലൂടെ പോയി നോക്കും. വേറൊരു കാര്യം എന്താന്ന് വെച്ചാലേ കുറെ ആളുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറാൻ തുടങ്ങിയത്. പക്ഷെ നമ്മൾ കയറുന്ന വഴിയിലൊന്നും ഒരൊറ്റ മനുഷ്യനെ പോലും കണ്ടില്ല. പിന്നെ കുറെ അങ്ങോട്ട് എത്തിയപ്പം പേടിയാവാൻ തുടങ്ങി, ആരെയും കാണാത്തോണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.